ഗൈസ് വെൽക്കം ബാക്ക് ടു വ്ളോഗർ വാവ ഓർ വെൽക്കം ടു വ്ളോഗർ വാവ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാൻ കേക്ക് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോയാണ് അല്ലേ വാവേ? യെസ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പാല്, മുട്ട, പിന്നെ സിറപ്പ്, വാനില സിറപ്പ് വേണം, വാനില എസൻസ് വേണം, പിന്നെ ബേക്കിംഗ് പൗഡർ, പിന്നെ മൈദ, ആൾട്ടോപ്പസ് ഫ്ലവർ, പിന്നെ കുറച്ച് ഓയിൽ. അത്രയാണ് നമുക്ക് ആവശ്യം ഇതുണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുക്കണം. ഒന്നുമില്ല, ബൗളിലേക്ക്. എന്നിട്ട് നമ്മളിതാ മുട്ട എന്നത് പൊട്ടിച്ചിടണം. മുട്ട എൻ്റെ അകത്ത് പൊട്ടിച്ചിടണം. എന്നിട്ട് നമ്മൾ ഷുഗർ എടുക്കണം. നമ്മളിവിടെ ഷുഗർ എടുക്കണം. ഇത് നമ്മൾ ഈ മെഷറിംഗ് കപ്പ് എടുത്തിട്ട് അതിൽ 1/4 ഇതിൽ മെഷർ ചെയ്യണം. 1/4 കപ്പ് ഓഫ് ഷുഗർ. ഓൾമോസ്റ്റ് 4 സ്പൂണ് ഷുഗർ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടണം. ഇനി അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് പാലാണ്. നമ്മൾ മിൽക്കാണ് ഇടാൻ പോകുന്നത്. മിൽക്ക് നമ്മൾ കുറച്ച് ശകലം ഇടണം. മിൽക്ക് നമ്മൾ ½ കപ്പാണ് എടുക്കേണ്ടത്. ½ കപ്പ്. വാശി ഇതൊന്ന് പിടിക്കോ. കട്ട് ചെയ്യുകയാണ്. പാല് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ഒഴിക്കണം. ഓക്കെ, അപ്പം അത് അതിനകത്തോട്ട് ഒഴിക്കണം. നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. വാനില എസൻസ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് വാനില എസൻസ് ആണ്. ഇതിൻ്റെ വാനില എസൻസിൻ്റെ ഒരു ക്യാപ്പ് എടുക്കണം. കണ്ടോ, ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചേ. ഇനി അടുത്ത് നമ്മൾ ഇതിനെ വിസ്ക് ചെയ്യണം. വിസ്ക് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കണം. ഒരു ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ ഒഴിക്കണം അതിലോട്ട്. ഇത്ര മതി എണ്ണ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഷുഗർ നന്നായിട്ട് അതിലേക്ക് മിക്സ് ആവണം. എന്നാലേ അത് ആവുള്ളൂ.
ഓക്കെ, മിക്സായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കളർ ആവണം. കണ്ടോ? ഇനി നമ്മൾ മൈദ എടുക്കും. മൈദ നമ്മൾ ഇത്തിരി ഇടും. മൈദ നമ്മൾ ഒരു ഫുൾ കപ്പ് ഇതിലേക്ക് തരണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ക്രീമായി വരപ്പോൾ നമ്മൾ നിർത്തിയാൽ മതി കേട്ടോ. ഓക്കെ, മൈദ നന്നായി ഇത് ഫുള്ളും ഇടണം, ഒരു കപ്പ് ഫുള്ളും. അത്രയ്ക്ക് നമുക്ക് ഉണ്ടാകുന്ന അറിഞ്ഞൂടാ, നമുക്ക് നോക്കട്ടെ. ഫുള്ളും ഉണ്ട്. അപ്പം ഇത് ആവശ്യത്തിനുണ്ട്. അപ്പം ഇത് ഇതിനകത്തോട്ട് ഇടണം. ഡംപ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇടണം കേട്ടോ. പുറത്തൂടെ എന്നിട്ട് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ക്രീമായി വരപ്പോൾ നല്ല ക്രീമായി വേണം കേട്ടോ. സ്ഥലമൊക്കെ അങ്ങ് മാറ്റി മാറ്റി. നിങ്ങളുടെ വീട്ടിൽ മിക്സർ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്താലും മതി. കഷ്ടപ്പെട്ട് ഇങ്ങനെ റോൾ ചെയ്യേണ്ടതില്ല. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. നല്ല ക്രീമായി വരപ്പോൾ നല്ല ക്രീമായി വേണം കേട്ടോ ഇത്, അല്ലെങ്കിൽ ആവൂല കേട്ടോ. സൈഡിൽ ഇരിക്കുന്നതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ആക്കണം. സൈഡിൽ ഇരിക്കണ അങ്ങ് എടുക്കണം കേട്ടോ. നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കണം. ഇത് ക്രീമായി തുടങ്ങുമ്പോഴത്തേക്ക് നല്ല പാടായിരിക്കും ഇതിനെ മിക്സ് ചെയ്യാൻ. നല്ല പാടായിരിക്കും. ഒരു നോർമൽ വിസ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇച്ചിരി കൂടെ ഈസി ആയിരുന്നു. നമ്മുടെ കയ്യിലൊരു നോർമൽ വിസ്ക് ഇല്ല. നോർമൽ വിസ്കായാലും ഇങ്ങനത്തെ വിസ്കായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തായാലും മിക്സ് ചെയ്താൽ മതി നിങ്ങൾക്ക്. നന്നായി നല്ല മാവ് പോലെ വരണം. മാവ് പോലെ വന്നിട്ടുണ്ട് നമ്മുടേത്. കുറേ നേരത്തേക്ക് വേണ്ടി ബീറ്റ് ചെയ്തതിന് ശേഷം ഫൈനലി ഇതൊരു സോഫ്റ്റ് ടെക്സ്ചറിൽ എത്തിയിട്ടുണ്ട്. നമ്മളിതിനെ നന്നായിട്ട് ഇങ്ങനെ ഇതിനെ വിസ്കിനൊന്ന് എടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വീഴണം. അപ്പോൾ ടെക്സ്ചർ കറക്റ്റാണെന്നാണ് എൻ്റെ അർത്ഥം. നോക്കൂ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. വേണ്ടേ ഇങ്ങനെ ഇരിക്കണം. സൈഡിലുള്ളതൊക്കെ ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാം. 8 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഇത് വെച്ചൊക്കെ. അല്ലെങ്കിൽ 7 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത്. കുറച്ചും കൂടെ ഹണി ചേർത്ത് അതിനെ കൂടെ പുരട്ടി ഇങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി എടുത്ത് നമ്മളിതിനെ ഇതിനെ നമ്മൾ പാൻ കേക്ക് ആക്കി എടുക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിനി ഒരു ടിഷ്യൂ എടുക്കണം. ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ ഇതാണ്ട് ഇങ്ങനെ മടക്കണം. പിന്നെ മടക്കിയിട്ട് നന്നായിട്ട് മടക്കി എടുക്കണം. എണ്ണ എടുക്കണം, അതിൽ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ആ പാനിൽ കൂടി ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. പാനിലായിട്ട് നന്നായിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, നമ്മളിനി ഇതുപോലത്തെ ഒരു
ഇത് കോർണർ എടുത്തിട്ട് നമ്മളിനി ഇതിനെ ഇച്ചിരി കൂടെ നേരം ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കും. ഓക്കെ, അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇത് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതാ ഇതിൻ്റെ ഒരു സ്പൂൺ ഫുൾ എടുക്കണം. നമ്മൾ പൂറി ഇത് ഇങ്ങനെ ദോശ പെട്ടെന്ന് വരെ പെട്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതാക്കിയിട്ട് ദോശ പെട്ടെന്ന് പുരട്ടണം. ഇത്രയും ആണ് ഉള്ളത്. ഇത്തിരി കൂടെ വലുതാക്കാം നമുക്ക് വേണമെങ്കിൽ. പക്ഷെ കുറേ മാവ് എല്ലാം ചേർത്താലേ ഇത് വലുതാക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഈ ബബിൾസ് ഒക്കെ ഇങ്ങനെ പൊട്ടുന്നതാണില്ലേ, അപ്പം നമ്മൾ ഇതിനെ ഫ്ലിപ്പ് ചെയ്യണം. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടായതുകൊണ്ട് ഇത് പെട്ടെന്ന് കുക്കാവും. ഇച്ചിരി കൂടെ നേരം അങ്ങനെ വെക്കണം. അതിന് ഇതൊന്ന് തിരിച്ചു നോക്കണം. അതിന് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നേരം ഇങ്ങനെ ആക്കണം. അതിന് നമ്മൾ പ്ലേറ്റ് എടുക്കണം, എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. റിപ്പീറ്റ് ദ പ്രോസസ്. അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ദോശ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. നല്ല പെട്ടെന്ന് ചൂടാവും. അതുകൊണ്ട് ബബിൾസ് വരപ്പോൾ തന്നെ നിങ്ങൾ മറിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഈ സൈഡിലൊക്കെ ഇങ്ങനെ ബബിൾസ് വരും. നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ അടിയിലായെന്നാണ്. ഇച്ചിരി കരിഞ്ഞു ഗൈസ്, ഇത്തിരി കരിഞ്ഞു പോയിരുന്നത്. നമ്മൾ ടു ലോങ് വെച്ചുകൊണ്ടാണ് ആ കരിഞ്ഞു പോയത്. ഹീറ്റ് നമുക്ക് ഇച്ചിരി കുറയ്ക്കാം. അപ്പോൾ ഈ ഹീറ്റ് കുറയ്ക്കണം നിങ്ങളിങ്ങനെ കരിഞ്ഞതെങ്കിൽ. എന്നുവെച്ചാൽ ഹീറ്റ് കൂടുതലായിട്ട് നമ്മൾ ഇട്ടേക്കുന്നതാണ് അത്ര. നമുക്ക് ഒരു ട്രൈയും കൂടെ ചെയ്യാം. രണ്ടെണ്ണം ഉണ്ട്. ഇച്ചിരി കൂടെ നേരം കിട്ടുമെന്നാണ് തോന്നുന്നത്. ബബിൾസ് വരുമ്പോൾ തന്നെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഫുള്ള് ഉണ്ടാക്കിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ ഇതിൽ ഏറ്റവും വലിയത് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓ മൈ ഗോഡ്, ഇത്രയും വലിയ പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ഒരു ദോശയ്ക്ക് അത്രയ്ക്കുള്ള പാൻ കേക്ക് ഗൈസ്. എത്ര വലിപ്പോയിട്ടുണ്ട്. ചൂടാവാൻ കുറച്ച് നേരം എടുക്കും. നല്ല വലുതായതുകൊണ്ട് നല്ല ചൂടാണ്. നല്ല ഗൈസ്, കുറച്ച് നേരം എടുത്തുള്ളൂ. ഇത് നല്ല പൊക്കി എടുക്കണം. പെർഫെക്റ്റ് ഗൈസ്, പെർഫെക്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ് ആയി കേട്ടോ. ചിലതൊക്കെ നമ്മളെ ചെറുത് പെർഫെക്റ്റ് ആയിരുന്നു. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഓക്കെ ഗൈസ്, ഇതിനെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇത് കീറിപ്പോയിരുന്നു. അപ്പം വലിയതുണ്ടാക്കി. എന്നാലും ഇതാണ് ഏറ്റവും വലുത് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഇവിടെ ആണെങ്കിൽ 11 ഉണ്ടാക്കി. 10 എണ്ണമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് 11th ആണ് ഗൈസ്. ഇത് 11th ആണ്. നമ്മൾ ഇതിനെ നല്ല തിക്ക് പാൻ കേക്ക് ആക്കാൻ പോകുന്നു. അതോടെ ബാറ്റർ തീർന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഫൈനൽ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഫൈനൽ പ്രോഡക്റ്റ്. പെർഫെക്റ്റ് പാൻ കേക്ക്. പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നമുക്ക് ഇനി ഇത് വാവ ട്രൈ ചെയ്യാൻ പോവുകയാണ്. വാവ ട്രൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം. നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് പ്ലീസ് സപ്പോർട്ട് us. ബൈ.